ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്കോട് നിന്നുള്ള വ്ളോഗാണ്. ഇനി അങ്ങോട്ട് കുറച്ച് കോഴിക്കോട് വ്ളോഗ്സ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ മീൻകറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയായിട്ടാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി, ഉള്ളിയല്ല ചുവന്നുള്ളി തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്ത് പുളിവെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് ഒന്ന് ജസ്റ്റ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ മൂടി വെക്കും. അവർ കിടന്ന് വെന്തോളും. പിന്നെ ഇതാ മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയിലയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചാൽ നമ്മുടെ മീൻ കറി റെഡിയായി. അപ്പോൾ മുളകിട്ടത് നാക്കുന്നില്ല, തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ തേങ്ങയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ മീൻ കറിയൊക്കെ ആയതിനു ശേഷം ഉപ്പേരികളുടെ പരിപാടിയാണ്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ചക്ക ഉപ്പേരി ആക്കിയത്. അപ്പോൾ അതിൽ വലിയൊരു ചക്ക ആയിരുന്നു. അത് 2 ദിവസമായിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേവിച്ച് വെച്ചതാണ്. ഇപ്പോഴാണ് രണ്ടാമത്തെ ഭാഗം എടുത്തിട്ട് ഒന്ന് തൂമിച്ചിട്ടൊക്കെ എടുക്കുന്നത്. കടുകും പിന്നെ ചുവന്ന മുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ തേങ്ങയിൽ നമ്മുടെ പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്ക ഉപ്പേരി റെഡിയായി. ചക്ക കട്ട് ചെയ്ത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് വേവിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് എടുത്തിട്ട് ഒരു ദിവസത്തെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരിയാണ് ഇപ്പോൾ ഈ ചക്ക ഉപ്പേരി, പച്ച ചക്ക വെച്ചിട്ടുള്ളത്. ചക്കയുടെ കറിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെ നല്ലതുമാണ്. അങ്ങനെ ഉപ്പേരി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത് വേവിച്ച് വെച്ചപ്പോൾ ഞാനത് പിന്നെ ഒഴിവാക്കാതെ അതിൽ തന്നെ വെച്ചാണ്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കും, എല്ലാം കൂടെ ഒന്ന് മിക്സായും കിട്ടും. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യാനുള്ള മീനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മത്തിയാണ്. മത്തി കുറേ ആയി കഴിച്ചിട്ട്. അങ്ങനെ മത്തി നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് തലയോടുകൂടി തട്ട് ചെയ്തൊക്കെ എടുക്കുകയാണ്. വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ ഇവിടെ പൂച്ചയുണ്ട്, അപ്പോൾ അതിന് കൊടുക്കും. അതിനാണ് വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് മുളകൊക്കെ തേച്ച്, പിന്നെ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. നല്ലപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നിപ്പോൾ തല ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടും. നല്ല രസമാണ് അങ്ങനെ കഴിക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മീനൊന്ന് നല്ലപോലെ ഫ്രൈ ആവും. പിന്നെ നമ്മൾ ഇത് തല ഒന്നും കൂടി നരിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും മീൻ നല്ല പോലെ ക്രിസ്പി ആവുമല്ലോ. അപ്പോൾ മീനൊരു ഇളം പൊരിവിലെടുത്തിട്ട്
ഇത് വേറെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കുക. അപ്പോൾ കുറച്ച് മീൻ മുട്ടയും ഉണ്ടായിരുന്നു, എണർ എന്നൊക്കെ പറയുന്നത്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് മത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തല ഇങ്ങനെ എടുത്തിട്ട് നല്ല നെരിച്ചലിൽ, അതായത് ക്രിസ്പി ആക്കിയിട്ട് പൊരിച്ചെടുത്ത് കഴിച്ചു നോക്കുക. അടിപൊളിയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. ചോറ്, മീൻകറി, പിന്നെ ചക്കപ്പേരി, അതിൻ്റെ കൂടെ മത്തിയുടെ ഫ്രൈയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓർഡർ ചെയ്തൊരു സംഭവം ഡെലിവറി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മീഷോന്ന് ഓർഡർ ചെയ്ത ബെഡ്ഷീറ്റാണ്. ഇപ്പം എന്താ പറയുക, എല്ലാ ഇതിലും വൈറലാണ്, വൈറൽ ബെഡ്ഷീറ്റ്. അപ്പോൾ മീഷോന്ന് എല്ലാവർക്കും ഓർഡർ ചെയ്യാൻ മടിയായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി അത് നോക്കിയിട്ട് കാർട്ടിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഹസ്ബൻഡും അത് കണ്ടിട്ട് ഹസ്ബൻഡ് വാങ്ങിച്ചു. നമ്മൾ വാങ്ങിയത് കിങ് സൈസിലുള്ള ബെഡ്ഷീറ്റാണ്. പിന്നെ ഇത് ക്വീൻ സൈസിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബെഡിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് നോക്കിയാണ്. എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ. വേറെ കളറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂടെ വരുന്നത് ഇത് 5 പീസാണ്. ഈ ഒരു കളറിൽ തന്നെയാണ് എല്ലാവരും വാങ്ങുന്നത്, വൈറ്റിലുള്ള ഈ ഒരു ഡിസൈന്. ഇതിൻ്റെ വേറെ ഡിസൈനും ഉണ്ട്. അപ്പം ഇത് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതിൽ 2 ചെറിയ പില്ലോ വരുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ, ഒരുപാട് വലിപ്പമൊന്നുമില്ല, ചെറുതാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 പില്ലോ കവർ നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം വലിയ സൈസാണ്. സിബും വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ട്. ഡാമേജോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ഒന്നും പ്രശ്നമില്ല, അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. തുണിയൊക്കെ അടിപൊളിയാണ് കേട്ടോ, പെട്ടെന്ന് കീറിപ്പോകുന്നു അങ്ങനത്തെ ഒന്നുമല്ല, കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ തന്നെ നല്ല ഭംഗിയുണ്ട്, സിമ്പിളാണ്, നല്ല രസമുണ്ട്, കളറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിരിച്ചിട്ടൊക്കെ ഉള്ള സംഭവം പറയാം, പക്ഷേ എനിക്ക് വിരിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത വീഡിയോയിലോ മറ്റോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള ബെഡ്ഷീറ്റിൻ്റെ ആ ഒരു സൈസ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് അടിപൊളി തന്നെയാണ്, വാങ്ങാത്തവരൊക്കെ വാങ്ങി നോക്കുക. പിന്നെ ഇപ്പോൾ ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ കിങ് സൈസ് ആണെങ്കിലും പഴയ രീതിയിലുള്ള ബെഡാണ് കേട്ടോ, അധികം ഹൈറ്റ് ഇല്ലാത്തത്. ഇപ്പോഴത്തെ ഒരുവിധം ബെഡൊക്കെ അത്യാവശ്യം ഹൈറ്റിലാണല്ലോ വരുന്നത്, അപ്പോൾ അതിന് പറ്റുമോയെന്ന് അറിയില്ല. പിന്നെ ക്വീൻ സൈസിലും അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഓരോരുത്തർക്ക് വേണ്ടത് നോക്കിയിട്ട് വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും മീഷോ എടുത്തിട്ട് അതിൽ തപ്പി നോക്കിയാൽ തന്നെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്.